അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഗിരിജ, ലോക്കോട് നിന്ന് വരുന്നു. പേരക്കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ നല്ല പനി വന്നു. 1 മാസം പനിയും ജലദോഷം തന്നെയായിരുന്നു. മാറണേ ഇല്ല. ഇംഗ്ലീഷിൻ്റെ അതിൻ്റെ ഡോക്ടർമാരെ കാണിച്ചു, ആയുർവേദം കാണിച്ചു, ഒരു കുറവുമില്ല. അലോപ്പതി ട്രീറ്റ്മെൻറ്റ് നടത്തി, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തി. 1 വയസ്സായുള്ള കുട്ടിയാണ്. 1 മാസത്തോളമായിട്ട് പനി വന്നു, മാറിയില്ല. പനിയും ജലദോഷവും പോണേ ഇല്ല. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് തോന്നി, ഞാൻ എന്തായാലും ഇവിടെ സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി കുട്ടിക്ക് പനി കുറവായി അങ്ങനെ വന്നു. പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാനുള്ള കാലം അത്രയും ഈ കുട്ടിക്ക് വേണ്ടി ഒരു ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ തോന്നി. അത് ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നും. അപ്പോൾ ഒരു ജപമാല കുട്ടിക്ക് വേണ്ടി ചെല്ലും. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി ഓരോ സാധനങ്ങൾ, സ്റ്റാപ്ലർ പിന്ന് ഒരു കട്ട എടുത്ത് വായിലിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഞങ്ങൾ കൊച്ചിന് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളുടെ ആരുടെ കുട്ടിയെ, മകൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് നേർന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റാപ്ലർ എടുത്ത് വായിലിട്ട്, പക്ഷെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അത് കിട്ടി. പിന്നെ ഈ കുട്ടികൾ തലയിൽ കുത്തുന്ന ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് പുറത്ത് രണ്ടാമത്തെ കുട്ടി അത് ഇങ്ങനെ അഴിച്ചു വെക്കും. ഈ കുട്ടിയുടെ കണ്ണിൽ എങ്ങനെയെങ്കിലും കാണും. അത് വായിലിട്ടൊരു ദിവസം ഇങ്ങനെ ചമയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അത് വായിൽ നിന്ന് എടുത്തു. മകനെ ഒരു ദിവസം എന്താ പോലെ വായിലിട്ട് ചമയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തോണ്ടിയപ്പോൾ ഈ ഉടുപ്പുകളുടെ ബട്ടൺസ് അങ്ങനത്തെ ഈ പല സാഹചര്യത്തിൽ നിന്നും ഈ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മ പ്രസവ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടി ഓപ്പറേഷൻ വേണ്ടി 2 കുട്ടികളെ പ്രസവിച്ചു, ഓപ്പറേഷൻ ഇല്ലാതെയാണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ഇല്ലാതെ പ്രസവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അതിവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ കുട്ടി കൃപയുള്ള കൊച്ചാണെന്ന്. ഞാൻ എപ്പോഴും വീട്ടിൽ അങ്ങനെ അച്ഛൻ ഈ പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ അവർ 2 പേരും ജോലിക്ക് പോകണോണ്ട് കുട്ടീനെ നോക്കി വീട്ടിലിരിക്കുകയാണ്. അപ്പം ഇനി 3 വയസ്സായാലും അല്ല അങ്ങനെ മൂന്നാമത്തെ കുട്ടിയാണ് കിട്ടി, ഓപ്പറേഷൻ ഇല്ലാതെ കിട്ടി. ഓപ്പറേഷൻ ഇല്ലാതെ കിട്ടി. 2 ഓപ്പറേഷൻ ആണെങ്കിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെയും ഓപ്പറേഷൻ ആയിരിക്കും. 2 സുഖപ്രസവമായിരുന്നു. മൂന്നാമത്തെ അങ്ങനെ അവർ പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഇതായി വരാൻ താമസമുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞു. ഞാനപ്പോൾ രക്തക്കണ്ണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സുഖപ്രസവം തന്നെയായി. രക്തക്കണ്ണീർ ജപമാല പിശാചിനകത്ത് നിന്ന് ചൊല്ലുന്നവരിൽ നിന്നും പ്രചോദനം. ഇന്നെ ഉള്ള ചെയ്യുന്ന ആ ഒരു ജപമാല എല്ലാ കുട്ടികൾക്കും വേണ്ടി ചൊല്ല്. അപ്പോൾ അടുത്ത കൃപ കിട്ടും. അല്ലേ? ഇപ്പം ചേച്ചിയുടെ കൊച്ചിനാണ് ടീച്ചറിനെ ഈശോ ആഗ്രഹിച്ചെന്താ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വക്താക്കളായിട്ട് വരണം. ആ ദേശത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള എല്ലാ കുട്ടികളുടെയും കൃപയ്ക്ക് വേണ്ടി ജപമാല അഭിഷേകം എന്ന് പറയും. അല്ലേ?